Mac Mini M4 കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു Mac Mini M4 ഇപ്പോൾ മേടിക്കുന്നത് വെർത്താണോ അല്ലേ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് Mac Mini M4ൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ കുറച്ച് പ്രോഡക്ട്സും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു Mac Mini മേടിക്കുകയാണെങ്കിൽ അതിന് ഓൾമോസ്റ്റ് ഒരു MacBook ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ആണ്. അതായത് ഒരു പോർട്ടബിൾ സെറ്റപ്പാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ റെക്കമെൻഡേഷൻസ് തരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ Mac Mini M4 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. M4 അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്. ഞാൻ DaVinci Resolve എഡിറ്റ് ചെയ്യുന്നുണ്ട്, Final Cut Pro യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് എൻ്റെ ഇവിടെ ഉള്ളത് ബേസ് വേരിയന്റ് ആണ്. 16GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. ആൻഡ് ഇത് രണ്ടും ലിമിറ്റിംഗ് ആണ്. 16GB റാം ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ബട്ട് 256GB വളരെയധികം ലിമിറ്റിംഗ് ആണ്. പിന്നെ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ രണ്ടൊന്ന് ബെനിഫിറ്റ് കൂടെ പറഞ്ഞുതരാം. Mac Mini ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനർജി എഫിഷ്യന്റ് ആണ്. ഞാൻ നേരത്തെ ഒരു ഗെയിമിംഗ് PC ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കറണ്ട് ബില്ല് ഡിഫറൻസ് ഉണ്ട്. Mac Mini എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇത് ഓൺ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഒരുപാട് പവർ ഒന്നും ഇത് കൺസ്യൂം ചെയ്യത്തില്ല. പിന്നെ കൂളിംഗ് ഫാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഓവർ ഹീറ്റിംഗ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നല്ല ഹെവി വർക്കൊക്കെ ചെയ്യുമ്പം ചെറിയ രീതിയിലൊന്ന് വാം ആവുന്നതല്ലാതെ ഓവർ ഹീറ്റിംഗിലേക്ക് ഇതുവരെ ഈ ഒരു ഡിവൈസ് പോയിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ ഇതിന് വലിയൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ സൈലന്റ് ആണ്, ഒരുപാട് നോയ്സ് ഒന്നും ഈ ഒരു ഫാൻ ഉണ്ടാക്കുന്നില്ല. ആൻഡ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് 50,000 റുപ്പീസിനാണ്. നിങ്ങൾക്ക് ഈസിലി സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈസിലി ഈ ഒരു പ്രോഡക്റ്റ് 50,000 റുപ്പീസിന് മേടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ സെയിൽ ടൈമിലൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് 50,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഏറ്റവും വലുത് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് തന്നെയാണ്. 256GB മാത്രമേ ഇന്റർണൽ സ്റ്റോറേജ് കിട്ടത്തുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം 512GB ഒരു SSD മേടിക്കാനാണ്. അത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് PC-യിലൊക്കെ നോർമലി വരുമ്പോഴത്തെ M.2 NVMe SSD മേടിക്കുക. അതിന്റെ കൂടെ ഒരു എൻക്ലോഷർ കൂടെ മേടിക്കുക. സോ ഇതിനെ പറ്റി ഓൾറെഡി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവത്തില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻക്ലോഷേഴ്സ് മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമ്മൾ നോർമലി M.2 NVMe SSD പ്ലേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു Mac Miniയുടെ Type C കേബിളിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ SSD എന്നെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ്. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആവും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള SSD എന്ന് പറയുന്നത് T-Forceന്റെ SSD ആണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന PC-യിൽ ഇരുന്നതാണ്. ആൻഡ് ഞാൻ ഇതൊരിക്കലും ഇത്രയും പ്രൈസ് കൊടുത്ത് ഈ ഒരു SSD ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിങ്സ്റ്റന്റെ ആണെങ്കിലും T-Forceന്റെ ആണെങ്കിലും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള SSDs ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ എൻക്ലോഷർ നിങ്ങൾക്ക് ഏത് വേണം മേടിക്കാവുന്നതാണ്. 1,800 രൂപയ്ക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എൻക്ലോഷേഴ്സ് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ Mac Mini മേടിക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൽ പോർട്ട് സെലക്ഷൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു USB ഹബ്ബും കൂടെ മേടിക്കേണ്ടി വരും. ഇത് പല റേറ്റിൽ പല രീതിയിലും വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് ഹബ്ബുകളുണ്ട്. രണ്ടും നോക്കുകയാണെങ്കിൽ പോർട്ടിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്, പല റേറ്റിനാണ് വരുന്നത്. എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ടാഗ് ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആൻഡ് വേറൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് കൂടെ പറഞ്ഞുതരാം. അതാണ് ഈ ഒരു മിൻസപുരുവിന്റെ ഒരു ഹബ്ബ്. അതായത് ഈ ഒരു Mac Mini M4ന്റെ ഒരു ഹബ്ബാണ്, USB ഹബ്ബാണ്. ഇതിനകത്ത് തന്നെ SSD നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് 2-in-1 ആണ്. SSD എൻക്ലോഷറിന്റെ പണി എടുക്കുന്നുണ്ട്, ഒരുപാട് പോർട്ട് സെലക്ഷൻ നമുക്ക് ഇത് തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നോർമലി ഈ ഒരു Mac Mini M4ന് ഒരു ചെറിയൊരു ഡിസൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഇതിന്റെ പവർ ബട്ടൺ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഒരു ഹബ്ബ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഇതിന് അവിടെ പ്രോപ്പർ കട്ടൗട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. നല്ല പ്രീമിയം ബിൽഡിലാണ് വരുന്നത്. സോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ലേശം എക്സ്പെൻസീവ് സൈഡ് ആണ്. അറൌണ്ട് ഒരു 8,000 റുപ്പീസ് അടുപ്പിച്ച് എന്തുകൊണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. കറക്റ്റ് പ്രൈസ് ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുത്തേക്കാം. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് മോണിറ്റേഴ്സ്. ആൻഡ് മോണിറ്റേഴ്സിന്റെ റെക്കമെൻഡേഷൻ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു നോർമൽ പർപ്പസ് ആണ് ചെയ്യാനുള്ളത്, ഓഫീസ് ടാസ്ക് ആണ്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന വീഡിയോസ് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു IPS പാനൽ മേടിക്കാവുന്നതാണ്. അത് 22 ഇഞ്ച് ആണെങ്കിലും 24 ഇഞ്ച് ആണെങ്കിലും ഒരു 7,000 രൂപയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 7,500 റുപ്പീസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. LGയുടെ IPS പാനൽ വരുന്ന 24 ഇഞ്ച് മോണിറ്റർ ആണ്. അതിന്റെ ലിങ്ക് എന്താണ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേറൊരു റെക്കമെൻഡേഷൻ ഉള്ളത്. നിങ്ങൾക്ക് പോർട്ടബിൾ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിൽ കിടക്കുന്ന ആ ഒരു മോണിറ്റർ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതാണ് Arzopa എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പോർട്ടബിൾ മോണിറ്റർ ആണ്. നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ബാഗിനകത്തൊക്കെ പ്ലേസ് ചെയ്ത് എവിടെ വേണം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. വളരെ സ്ലിം ആണ്. മാത്രമല്ല അതിന് ഒരുപാട് പവർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. Mac Miniയുടെ ബാക്കിലുള്ള Type C പോർട്ട് വെച്ചാണ് നമുക്ക് ഇത് പവർ ചെയ്ത് യൂസും ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 100% HRGB വരുന്നുണ്ട്, മെറ്റൽ ബിൽഡ് ആണ്. പിന്നെ ഒരു കിക്ക് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
അത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അരസോപ്പ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരുപാട് പ്രോഡക്റ്റ് ലൈനപ്പ് വരുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 12,000 റേഞ്ചിലുള്ള ഒരു മോണിറ്റർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി പ്രോ ലെവലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മോണിറ്റർ നോക്കണ്ട, അസ്യൂസിന്റെ പ്രോ ആർട്ട് സീരീസ് ആയിരിക്കണം മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട മോണിറ്റർ. ആൻഡ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ആണ് കീബോർഡ് മൗസ്. അപ്പോൾ കീബോർഡ് ഞാൻ യൂസ് ചെയ്യുന്നത് എയോൺ എന്ന് പറയുന്ന ബ്രാൻഡ് സ്ട്രൈക്കർ എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു മെക്കാനിക്കൽ കീബോർഡ് ആണ്. ഞാൻ ഈ ഒരു കീബോർഡ് ഈ ഒരു സെറ്റപ്പിന് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒന്നാമത്തെ റീസൺ ഇത് വിൻഡോസിന് വേണ്ടി ഡിസൈൻ ചെയ്ത കീബോർഡ് ആണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീബോർഡ് മാക്കിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ 4 ബട്ടൺ കാണും, ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ബട്ടണേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മാക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള കീബോർഡ് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് മോഡൽസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ മോഡൽസിൽ നിന്ന് ഏത് വേണോ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ബേസ് ലൈൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇതിൽ നിന്നും എക്സ്പെൻസീവ് ആയിട്ടും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ആപ്പിളിന്റെ സൈഡിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കീബോർഡ് മേടിക്കാം. ബട്ട് മൗസ് റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പോട്രോണിക്സിന്റെ ടോഡ് സീരീസ് ആണ്. എൻ്റെ കയ്യിൽ 2-3 മൗസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലതാണ് ആൻഡ് വളരെ അഫോർഡബിൾ ആണ്. ഇതിന്റെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കൂടുതൽ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ലോജിടെക്കിന്റെ ഒക്കെ ചെറിയ അവിടെയൊക്കെ ഒരു സാമ്യം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പോട്രോണിക്സിന്റെ ടോഡ് എർഗോ 3 എന്ന് പറയുന്ന മോഡൽ. അത്യാവശ്യം നല്ല മൗസ് തന്നെയാണ്, നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ മാക് മിനിയിൽ അത്യാവശ്യം നല്ല ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എസെൻഷ്യൽ സാധനമല്ല. നിങ്ങൾക്ക് സ്പീക്കേഴ്സ് വേണമെങ്കിൽ മേടിക്കാം, അത്യാവശ്യം നല്ല ബേസ് ഒക്കെ വേണമെങ്കിൽ നല്ല സ്പീക്കേഴ്സ് മേടിക്കാം. ഹെഡ്ഫോൺസും നല്ല എഡിറ്റിങ്ങിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ് മേടിക്കാം. മ്യൂസിക് ലിസണിങ്ങും ഹെഡ്ഫോൺസ് മേടിക്കാം. ബട്ട് എഡിറ്റിങ്ങിന് ഹെഡ്ഫോൺസ് മേടിക്കുമ്പോൾ ചീപ്പായിട്ടുള്ളതൊന്നും മേടിക്കാതിരിക്കുക. 2000 റുപ്പീസിനുള്ളത് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് നോക്കാൻ പറ്റിയത് IEMs ആയിരിക്കും. ഞാൻ എഡിറ്റിങ്ങിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഹെഡ്ഫോൺസിൽ എന്ന് പറയുന്നത് എത്രയൊക്കെ സ്റ്റുഡിയോ ഗ്രേഡ് എന്ന് പറഞ്ഞാലും 2000 റുപ്പീസിനൊക്കെ മേടിക്കുന്നതിൽ അത്യാവശ്യം ബേസ് ബൂസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിനാണെങ്കിൽ നിങ്ങൾ മിനിമം 4500 എങ്കിലും മുടക്കി ഓഡിയോ ടെക്നിക് ഏതാ ഈ ഒരു മോഡലെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ബേസ് ലൈൻ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ. ഇതിന് മേളിലോട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഏറ്റവും മിനിമം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോ പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ പ്രോഡക്റ്റ്സ് ഇവിടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു ചാനൽ. ദിസ് ഈസ് ഫോർമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.